ഹായ് ഫ്രണ്ട്സ്, ഞാൻ തങ്കച്ചൻ, റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഇനിയും ഈ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. മോട്ടോർ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും, നടപടിക്രമങ്ങൾ, ഒരു ലൈസൻസ് എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ, ലേണേഴ്സ് ലൈസൻസ്, അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ്, RC ഡ്യൂപ്ലിക്കേറ്റ്, ഓഫീസ് നടപടിക്രമങ്ങൾ, അത് മിക്ക നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നിങ്ങൾക്ക് ഈ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിൽ കാണാനായിട്ട് സാധിക്കും. കൂടാതെ ഒരു വാഹനത്തിന് ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെല്ലാം നടപടിക്രമങ്ങളാണ് പിന്നീട് വരിക, പോലീസ് നടപടിക്രമങ്ങൾ, മറ്റ് ഈ പറയുന്ന MACT കോടതികളിലെ പ്രാരംഭ നടപടിക്രമങ്ങൾ, ഇവയെല്ലാം നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടി കാണാനായിട്ട് സാധിക്കും. ചെയ്യേണ്ടത് നിങ്ങളുടെ കീവേഡ്സ്, എന്താണ് നിങ്ങൾക്ക് പ്രശ്നം, അതായത് ഇപ്പോൾ ഒരു അപകടം നടന്നു, കൈയൊടിയോ കാലൊടിയോ ചെയ്യുന്ന ഒരു അപകടത്തിൽ ഒരാൾ ഉൾപ്പെടുന്നു, അയാൾക്ക് വിദേശത്ത് പോകാനായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് ഈ കോടതിയിലുള്ള നടപടിക്രമങ്ങളിൽ നമുക്ക് അഡ്വക്കേറ്റിനെ കാണേണ്ടത്, പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത്, ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിൽ കാണാനായിട്ട് സാധിക്കും. അത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കത് പ്രയോജനപ്രദമാണെന്ന് തോന്നുമ്പോൾ ആ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, സാധാരണ വിദേശത്തുള്ള ആളുകൾക്ക് ഇന്ന് ഈ RTO പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ടുള്ള ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. അതിപ്പോൾ രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലോ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ അവർക്ക് നാട്ടിലില്ലാത്ത ഒരു സാഹചര്യത്തിൽ, പണ്ടെല്ലാം ഈ RTO ഓഫീസ് നടപടിക്രമങ്ങളിൽ അവർ നേരിട്ട് ഹാജരായാൽ മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുമായിരുന്നുള്ളൂ. നേരിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻറ്റ് വഴിയോ ഒക്കെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് 90% കാര്യങ്ങളും നമുക്ക് ഓൺലൈൻ വഴി തന്നെ ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട്. അത് ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലോ മോട്ടോർ വാഹനത്തിൻ്റെ രജിസ്ട്രേഷനോ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് റിന്യൂവലോ, ഇതെല്ലാ കാര്യങ്ങളും ഇന്ന് ഓൺലൈൻ വഴി നമുക്ക് ഫീസ് അടച്ച് ഈ വാഹനം RTO ഓഫീസിൽ പ്രൊഡ്യൂസ് ചെയ്തോ അല്ലാതെയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന നടപടിക്രമങ്ങളുണ്ട്. ഇവിടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഒരാൾക്ക് വിദേശത്തിരുന്നു കൊണ്ട് എങ്ങനെ റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മുഖ്യ പ്രശ്നമായിട്ടുണ്ടായിരുന്നത് ഈ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യുന്ന സമയത്ത് സമർപ്പിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളെ സംബന്ധിച്ചിട്ടുള്ളായിരുന്നു. 40 വയസ്സിന് മുകളിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോം നമ്പർ 1A ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാഴ്ചശക്തി തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടിയിരുന്നു. നമ്മുടെ നിയമം അനുസരിച്ച്, മോട്ടോർ വാഹന ചട്ടം, കേരള ചട്ടം അനുസരിച്ച് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടത് സ്റ്റേറ്റ് അംഗീകരിച്ച ഒരു ഡോക്ടർ ആയിരിക്കണം എന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ നടപടിക്രമങ്ങളെല്ലാം പരിവാഹൻ സൈറ്റിൽ വഴിയും സാരഥി സൈറ്റ് വഴിയും നടക്കുന്നത് കൊണ്ട് ഈ പറയുന്ന നിബന്ധനകളിലെല്ലാം ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു വ്യക്തി വിദേശത്തായിരിക്കുന്ന സമയത്ത് അയാളുടെ ലൈസൻസ് തീർന്നു പോയാൽ ഈ ലൈസൻസ് പുതുക്കുന്നതിന് ഇപ്പോൾ 1 വർഷത്തിനുള്ളിൽ ആ ലൈസൻസ് പുതുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് വീണ്ടും ഇതിൻ്റെ റീടെസ്റ്റ്, അതായത് ഏതെല്ലാം ഇപ്പോൾ മോട്ടോർ സൈക്കിളും കാറും ഓടിക്കാനായിട്ടുള്ള ഒരു ലൈസൻസ് ഉള്ള ഒരു വ്യക്തിക്ക് അത് പുതുക്കാനായിട്ടുള്ള സമയത്ത് അത് തീർന്ന് 1 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഹനങ്ങൾ ഓടിച്ച് കാണിച്ചു കൊടുക്കാതെ, പ്രത്യേകിച്ച് ഒരു ലേണേഴ്സ് ലൈസൻസ് ഒക്കെ എൻഡോഴ്സ് ചെയ്യാതെ ഇതിൻ്റെ ഈ റിന്യൂവൽ നടപടിക്രമങ്ങൾ നടത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ വിദേശത്തിരിക്കുന്ന ഒരാൾക്ക്, അയാൾക്ക് 1-2 വർഷമായിട്ട് അയാൾക്ക് നാട്ടിലേക്ക് വരാൻ സാധിക്കുന്നില്ല. ഈ കോവിഡിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഒത്തിരി ആളുകൾക്ക് അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഈ കേരള സർക്കാർ ഈ നടപടിക്രമങ്ങളിൽ ഒത്തിരി അത് ലളിതവൽക്കരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് വിദേശത്തുള്ള ഒരു വ്യക്തിക്ക് ഇപ്പം നാട്ടിൽ വന്ന് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് വിദേശത്തുള്ള ഒരാളുടെ ലൈസൻസ് തീർന്നാൽ ആ തീരുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തി അവിടെയുള്ള ഒരു ഇന്ത്യൻ ഡോക്ടർ അല്ലെങ്കിൽ ഇന്ത്യൻ ഹൈ കമ്മീഷനോ ഇന്ത്യൻ എംബസിയോ അംഗീകരിച്ചിട്ടുള്ള എനി ഡോക്ടർ, അയാൾ ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഒരു അറബി ഡോക്ടറാണ്, പക്ഷേ അറബിക്കിലാണ് അദ്ദേഹത്തിന് ഈ സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ ഉണ്ടായിരുന്നിരിക്കണം. പലരും ധരിച്ചിരിക്കുന്നത് പോലെ ഈ ഇന്ത്യൻ എംബസി അത് അറ്റസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്ത്യൻ എംബസി അംഗീകരിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ ഡോക്ടറോ അല്ലെങ്കിൽ വിദേശ ഡോക്ടറോ ഒരു സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതി. അത് ഈ ഒരു MBBS ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കണ്ണു പരിശോധിക്കുന്ന ഈ കാഴ്ചശക്തി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്ന ഡോക്ടർക്ക് തന്നെ ഈ ഫോം 1A ഈ സർട്ടിഫിക്കറ്റും നൽകാം. അത് ഇവിടെയാണെങ്കിലോ അത് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ ആയിരിക്കണമെന്നോ അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല. എനി ഡോക്ടർ, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ, MBBS ഉള്ള ഒരു ഡോക്ടർക്ക് ഈ സർട്ടിഫിക്കറ്റ് നൽകാം. പക്ഷേ കാഴ്ചശക്തി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്തായാലും ഐ സ്പെഷ്യലിസ്റ്റിന് മാത്രമാണ് നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിച്ചാൽ
നിങ്ങൾക്ക് ഈ വിദേശത്തിരുന്നു കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഓൺലൈൻ പ്രോസസ്സ് നടത്താനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ ലൈസൻസ് നിങ്ങൾ ഈ ഒറിജിനൽ RTO ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്യുക പോലും വേണ്ട. അവിടെ ഇരുന്ന് ഈ പ്രോസസ്സ് എല്ലാം നടത്തി ഈ ലൈസൻസ് നിങ്ങളുടെ കൈവശം സൂക്ഷിച്ചാൽ മതി. അത് ചേഞ്ച് ഓഫ് അഡ്രസ് ആണെങ്കിലോ ഈ ബയോമെട്രിക്സ് ഒഴികെയുള്ള മറ്റ് പ്രോസസ്സിനൊന്നിനും ഈ RTO ഓഫീസിലേക്ക് ഈ ആപ്ലിക്കൻ്റ് വരേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല. അതിൻ്റെ സർക്കുലർ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇതിന് തർക്കം ഉന്നയിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഇന്ന സർക്കുലർ പ്രകാരം, ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ നിന്നുള്ള ഈ സർക്കുലർ പ്രകാരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ലളിതവൽക്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കണം. അതാണ് പ്രത്യേകം ഓർക്കേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അവർ ഉന്നയിച്ചാൽ ഈ സർക്കുലർ സാർ അറിയാമോ എന്നുള്ള കാര്യം ചോദിക്കാനായിട്ടുള്ള അത് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ഇപ്പോൾ പലരും പറയുന്ന പോലെ ഒരു പോലീസ് കൈ കാണിച്ചു, വാഹനം നിർത്തി, അവർ പലപ്പോഴും പറയുന്നത് ഞങ്ങൾ സമൻസ് അയച്ചേക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന നോട്ടീസ് അയക്കാം എന്നാണ്. അതേ നിമിഷം തന്നെ എന്താണ് തെറ്റ്, എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ള കുറ്റം, അത് ഏത് വകുപ്പ് പ്രകാരമാണ്, എത്ര രൂപ പിഴ അടയ്ക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ളൊരു ധൈര്യം, എന്തിനാണ് ധൈര്യപ്പെടാതിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പോലീസ് കൈ കാണിച്ച് നിർത്തി അവർ ഈ പറയുന്ന നോട്ടീസ് അയക്കും അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് നോട്ടീസ് വരും എന്നെല്ലാം പറയുമ്പോൾ അവർ പിന്നെ എന്തെല്ലാം എഴുതി ചേർക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കില്ല. ആ നിമിഷം തന്നെ നിങ്ങൾ ഇപ്പോൾ ഹെൽമെറ്റ് വെക്കാത്ത ഒരു കേസാണ്, അല്ലെങ്കിൽ പുറകിലിരുന്ന ഒരാൾ ഹെൽമെറ്റ് വെക്കാത്ത ഒരു കേസാണ്, അതിൻ്റെ സെക്ഷൻ പ്രകാരം എന്ത് ഫൈനാണ് നിങ്ങൾക്കറിയാം, 500 രൂപയാണ് ഇതിന് പിഴ അടയ്ക്കേണ്ടത്. അപ്പോൾ തന്നെ അടയ്ക്കാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ തന്നെ അടയ്ക്കാൻ ശ്രമിക്കുക. വളരെ ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോൾ നമ്മളൊരു പേയ്മെൻ്റ് എല്ലാം നടത്തുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇന്ന് കേരള ട്രഷറി അല്ലെങ്കിൽ ബാങ്കിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉള്ള വെരിഫിക്കേഷൻ പെൻഡിങ് ധാരാളം ബുദ്ധിമുട്ടുകൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇതിന് ആരോട് ചോദിക്കണം എന്നൊന്നും ചോദിച്ചാൽ യാതൊരു മറുപടിയുമില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഇത് അടയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൈമലർത്തുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ധാരാളം ബുദ്ധിമുട്ടുകളാണ്. മോട്ടോർ വാഹന വകുപ്പാണെന്നുണ്ടെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് RTO ഇവിടെ ആ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫൈനും അടയ്ക്കാനായിട്ടുള്ള ഒരു സർവീസ് അവർ ചെയ്തു തരുന്നുണ്ട്. പലപ്പോഴും ഈ സൈറ്റിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉള്ള സമയത്ത് മാത്രമാണ് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കാത്തത്. ഇനി കോടതിയിലേക്ക് അയച്ചതുപോലും ഈ വിർച്വൽ കോർട്ടിലേക്ക് സെൻഡ് ചെയ്തു എന്ന് പറയുന്ന ആ ഫൈൻ പോലും ഇന്ന് RTO ഓഫീസിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ സമീപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ വിദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ പ്രോസസ്സുകൾ, അത് ഈ വീഡിയോസ് നിങ്ങൾ നിരന്തരം കാണുന്ന ആളുകളാണെങ്കിൽ ഈ TGS വെഹിക്കിൾ പോയിന്റിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഈ RTO ഓഫീസ് പ്രൊസീജിയറുകൾ വരുന്നുണ്ടോ, പുതിയ അറിവുകൾ, അവരിടുന്ന ന്യൂസുകൾ, ഇതെല്ലാം അപ്പോഴപ്പോൾ തന്നെ ഈ ചാനലിൽ കൂടി ഞാൻ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്തുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ലൈസൻസ് പുതുക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ പുതിയ 2019 ഭേദഗതി അനുസരിച്ച് ലൈസൻസ് തീർന്നാൽ അന്നേ ദിവസം തന്നെ നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള ആ അനുവാദം തീർന്നിരിക്കുന്നു. നേരത്തെയൊക്കെ ആണെങ്കിൽ 30 ദിവസത്തെ ഗ്രേസ് പീരീഡ് ഉണ്ടായിരുന്നു, അതിനുള്ളിൽ നിങ്ങൾ പുതുക്കിയാൽ മതി. പക്ഷേ ഇപ്പോൾ പുതുക്കുന്നതിന് മറ്റൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് 1 വർഷം മുൻപേ നിങ്ങളുടെ ലൈസൻസ് ഇന്ന് തീരുന്നു എന്നുണ്ടെങ്കിൽ ഇതിന് 1 വർഷം മുൻപേ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിന്യൂവൽ നടപടിക്രമങ്ങൾ ആരംഭിക്കാം. 1 വർഷത്തിനുള്ളിൽ തീർന്ന് 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ റിന്യൂവൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ലൈസൻസ് പുതുക്കാനായിട്ട് സാധിക്കും. അവിടെ പ്രത്യേകിച്ച് ഫൈനൊന്നുമില്ല. 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ പുതുക്കുന്നുണ്ടെങ്കിൽ യാതൊരു ഫൈനുമില്ല. 1 വർഷത്തിന് മേലെയാണ് നിങ്ങൾ പുതുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓരോ വർഷവും 1000 രൂപ കണക്കിൽ അതിൻ്റെ ലേറ്റ് ഫീ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അതിനു പുറമെ ഈ ടെസ്റ്റ് നിങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് ഈ ലൈസൻസ് നൽകാനായിട്ട് വകുപ്പില്ല. അത് റോഡ് ടെസ്റ്റാണ്. ഇപ്പോൾ വാഹനങ്ങളാണെങ്കിൽ H-ഉം 8-ഉം ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അത് സംബന്ധിച്ചുള്ള എല്ലാ വീഡിയോസും ഈ TGS വെഹിക്കിൾ പോയിന്റിലുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമ്പോൾ ഒരു ലൈക്ക് അടിക്കാനായിട്ട് മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുന്നതനുസരിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ഈ സംശയങ്ങളുടെ ഒരു ദൂരീകരണം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ചെറിയ വീഡിയോസ് ആയിട്ടാണ്. ഈ പ്രോസസ്സുകളൊന്നും ഇല്ലാതെ തന്നെ പ്രോസസ്സുകൾ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. അതിന് ചെറിയ മാറ്റങ്ങൾ, കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമാണ് ഈ സൈറ്റിൽ വന്നിട്ടുള്ളത്. ആത്യന്തികമായിട്ട് അതിൻ്റെ കണ്ടൻറ്റിലൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ചെയ്യേണ്ട പ്രോസസ്സുകളെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് 1 മിനിറ്റെങ്കിലും കണ്ടുവയ്ക്കുക. നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ കൂടിയും ഈ ചാനലിൽ എന്താണ് വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് പിന്നീട് എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. കീവേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് ഇടുക. TGS വെഹിക്കിൾ പോയിന്റ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ഇപ്പോൾ തന്നെ ബ്ലാക്ക് ലിസ്റ്റഡ്
പലർക്കും അറിയില്ല, പലപ്പോഴും ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നു, ബ്ലാക്ക് ലിസ്റ്റഡ്, എന്ത് ചെയ്യണം? അപ്പോൾ അതിന് വേണ്ട ബ്ലാക്ക് ലിസ്റ്റഡ് എന്ന് മാത്രം നിങ്ങൾ ഈ ചാനലിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ എന്താണ് നിങ്ങളുടെ പ്രശ്നം, ഡീഡ്യൂപ്ലിക്കേഷൻ എന്ന് കാണിക്കും. ഡയലോഗ് ബോക്സിൽ ലൈസൻസിനെ സംബന്ധിച്ച് ഡീഡ്യൂപ്ലിക്കേഷൻ, നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം വരും. അല്ലെങ്കിൽ നോട്ട് ഇൻ ദ റെസിപ്റ്റ്, അതുകൂടാതെ ഈ സിസ്റ്റത്തിൽ ഇത് അവൈലബിൾ അല്ല, നോട്ട് ഫൗണ്ട് എന്നെല്ലാം കാണിക്കുമ്പോൾ അത് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മാത്രം മതി. ഈ ചാനലിൽ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കാതെ വരുന്നു, സെഷൻ എക്സ്പയർഡ്, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ പെൻഡിങ്, ഇങ്ങനെ കീവേഡ്സ് മാത്രം അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇതിൽ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാവരും ഇത് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് കാണിക്കുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് വരുന്നത് വരെ സ്റ്റേ സേഫ്.